ഇതെന്താ ഇങ്ങനത്തെ സൗണ്ട്? സാധാരണ ഒരു കല്ലിനുണ്ടാവണതല്ലേ, ഇതാരോ കൊത്തി വെച്ചതല്ലേ? ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആ കുടം കിട്ടിയില്ലേ? കുടം വജ്രക്കല്ല് പോലൊരു സാധനമാണേ. പിടിക്കട്ടല്ലേ? ഓഫ്, ഭയങ്കര ക്ഷീണമായി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നലെ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലമാണിത്. നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് അറിയുള്ളൂ കേട്ടോ. നമ്മൾ ഇതിനകത്താണ് കിടന്നത്. അപ്പോൾ നമ്മളിവിടെ മറച്ച് ഒരു വീട് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നതാണ്. എന്തായാലും നമ്മൾ വീട്ടിൽ പോയി കത്തിയും കൈക്കോട്ടും കൊടാലിയും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. നമുക്ക് എന്താ വെച്ചാൽ ഇന്നലെ വന്നപ്പോൾ നമ്മുടെ അടുത്ത് കയറും കത്തിയൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാൻ തന്നെ ഇവിടെ നിന്ന് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 7:30 ആയപ്പോൾ വീട്ടിൽ പോയി. ഇപ്പോൾ 11 മണിയായി. തിരിച്ച് വന്നപ്പോൾ 11 മണിയായി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കണം, എന്നാലേ നമുക്ക് ഇതേപോലെ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കമ്പൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ മണ്ണ് വെച്ച് ഇങ്ങനെ തേച്ച് ഒരു ഭിത്തി പോലെ ആക്കി ഒരു വീടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഞാനെന്തായാലും പണി തുടങ്ങട്ടെ. നല്ല പണിയായിരിക്കുന്നു. ഇന്നലെ വരെ നല്ല മഴയായിരുന്നു. ഇന്ന് നല്ല വെയിൽ, അടിപൊളി വെയിലാണ്. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ കമ്പൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റി നമുക്ക് കയറാൻ ലെവലിനാക്കണം.
ഇത് വെച്ച് കുഴിച്ച് സെറ്റാക്കണം. ഇവിടുന്ന് മണ്ണ് കുത്തി മാറ്റി എടുക്കണം. എങ്ങനെ എടുക്കുന്നുള്ള അടിപൊളി മണ്ണാട്ടോ, നല്ല കറുത്ത മണ്ണ്. ഇത് കണ്ടോ കുപ്പിച്ചില്ലൊക്കെ. ഈ ചില്ലിൻ്റെ മുകളിലൊക്കെ ഇന്നലെ ഞാൻ കിടന്നത്. എൻ്റെ അമ്മോ, നിറച്ച് കുപ്പിച്ചില്ല. ഇതൊക്കെ മണ്ണിൻ്റെ അടിയിൽ വെക്കാല്ലേ. കുപ്പിച്ചില്ലൊക്കെ ഇതിൻ്റെ അടിയിലിട്ടിട്ട് മണ്ണിട്ടങ്ങ് മൂടാം. കുപ്പിച്ചില്ലേ എൻ്റെ പൊന്നെ, കറക്റ്റ് കൈ തന്നെ കൊണ്ട് ഇതുണ്ടോ എൻ്റെ പൊന്നെ. ഇതൊക്കെ കറക്റ്റ് കയ്യിൽ തന്നെ കുത്തി. എന്നുണ്ടോ ഇവിടെയൊക്കെ കുപ്പിച്ചില്ല. ഇതൊക്കെ അപ്പോൾ ഇനി ചോര കണ്ടുകൊണ്ട് നമ്മളെ വീട് പണി പെട്ടെന്ന് കഴിയും. എന്തായാലും അത് നോക്കുന്നില്ല. നിറച്ച് കുപ്പിച്ചില്ല അതിനകത്ത്. സാരല്ല അല്ലേ. എന്തായാലും നമ്മുടെ വീട് പണി നമ്മൾ തുടരുകയാണ്. ഇതിനുള്ളിൽ നിന്ന് ഈ മണ്ണ് നീക്കാൻ നമുക്ക് കുറച്ച് പാടാണ്. എങ്കിലും നമ്മളിത് ചെയ്തല്ലേ പറ്റൂ. എൻ്റെ പൊന്നെ, നമ്മൾ വിചാരിച്ച പോലുള്ള മണ്ണല്ല കേട്ടോ. ഒരുപാട് മണ്ണുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കിടക്കാൻ മാത്രം ഇങ്ങനെ കുറച്ച് മണ്ണെടുത്തിട്ട് ഇനി എടുക്കണം. ഇനി ഇത്രയും കൂടെ മണ്ണെടുക്കണം. എന്നിട്ട് മേൽഭാഗം ഒരു സ്റ്റെപ്പാക്കി വെക്കാം. അല്ലെങ്കിൽ അത്രയും മണ്ണ് നമ്മളെങ്ങനെ കുഴിച്ചെടുക്കും? എന്താ ചെയ്യുക? ഈ സൈഡിലാണെങ്കിൽ ഒരു പാറയാണ്. കുഴപ്പമില്ല, എന്നാലും ഭയങ്കര പാട്. അത് നല്ല കട്ടി വെയിലങ്ങ് പോയി. ഇപ്പോൾ ചെറിയൊരു മോഡലുണ്ട്. ചിലപ്പോൾ മഴ പെയ്യും. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പരിപാടി അങ്ങ് തീർക്കണം. എന്നിട്ട് നമുക്ക് ഈ സൈഡ് മറക്കുകയൊക്കെ വേണം. അതൊക്കെയാണ് ഇപ്പോൾ പാട്. എന്തായാലും നോക്കാമല്ലേ, സമയം കളയണ്ട. ഇവിടെ കല്ലാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ വലിയൊരു കല്ലാണ്. അപ്പോൾ ഇവിടുന്ന് മണ്ണ് കിട്ടൂല. ഉണ്ടോ, ഇവിടെ വലിയ കല്ല.
ഇതെന്താ? വജ്രക്കല്ല് പോലൊരു സാധനമാണേ. ഇരിക്കട്ടല്ലേ. ഈ സൈഡ് എടുക്കാനാണ് പാട്. ഇതാ അടുത്ത കോയിൻസ്. ഇതെന്താ? ഇത് ഒരു ഗോൾഡൻ കളർ കോയിൻസും ഒരു നമ്മുടെ സാധാരണ 1 രൂപ കോയിൻസും ഇവിടെ ഇരിക്കട്ടെ. ഞാനിത് കണ്ടപ്പോൾ സ്വർണ്ണാന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു കുപ്പിയുടെ അടപ്പാ. ഇതിവിടെ വെച്ച മണ്ണ് മൂടിപ്പോവും. ഇരിക്കട്ടെ. ഇങ്ങോട്ടും കല്ലാണ്. കുടം. ഓതി കുഴിച്ചിട്ടതാണ്. ഇതേ നമുക്കിവിടുന്ന് കിട്ടിയതാണ്. ഒരു കല്ലും ഒരു 1 രൂപ കോയിനും പിന്നെ ഒരു ഗോൾഡൻ കളർ കോയിനും. ഇനി ഇത് കിട്ടിയതാണോ? നമ്മളെ പണി നിർത്തി പോട്ടി വരുമോ? ഇതെന്തായിരിക്കും? ഇതിവിടെ ഇരിക്കട്ടല്ലേ. ഒരു കുപ്പിച്ചിലുണ്ട്. സംഭവം നിധിയാണെങ്കിലും ഇനി ഓതി കൂടോത്ര കുഴിച്ചിട്ടതാണെങ്കിലും നമുക്കറിയില്ല. നമുക്കെന്തായാലും നോക്കാം കേട്ടോ. സമാധാനമായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇതുപോലത്തെ വല്ലതും ആണെങ്കിലോ. ഇത് ഞാൻ കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. ഇതെന്താന്ന്. ഒരു കല്ല്, നല്ലൊരു കളറുള്ള കല്ല്. ഈ കറുത്ത മണ്ണിലും ഇതെങ്ങനെ കറുത്ത കല്ല് അല്ല വെളുത്ത കല്ല് വന്നു. പിന്നെ 1 രൂപ കോയിൻസ് പിന്നെ ആരുടെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഒരു ഗോൾഡൻ കോയിൻ. ഇതുണ്ടോ കറുത്തക്കുന്ന ഗോൾഡല്ല. ഇവിടെ ഇരിക്കട്ടെ. നിധിയാണെങ്കിൽ നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റേണ്ടി വരും. നോക്കാല്ലേ. എന്തായാലും ഈ പരിപാടി ഒന്ന് തീർക്കട്ടെ, അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ പണിയാവും. ഇവിടെ നടുക്ക് ഒരു പാറ കേട്ടോ. ഇവിടെ ഒരു പാറയാണ്. ആ മണ്ണ് ഇങ്ങനെ പൊന്തി നിൽക്കും. ഏകദേശമൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടില്ല. നമ്മളെ കുടം നോക്കണം എന്താണെന്ന്. നിധിയാണെങ്കിൽ നമ്മുടെ കോയിൻസ് കിട്ടിയത് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴുകണം. കഴുകിയിട്ട് എന്താണ് സംഗതി നോക്കണം. നിധി കുഴിച്ചിട്ട് നോക്കാൻ ഇനിയിപ്പോൾ ആരെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഒരു കുടമൊക്കെ കുഴിച്ചിട്ടുണ്ടപ്പോഴേ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതേ വല്ലവരും ഇങ്ങനെ പൂജയൊക്കെ ചെയ്തിട്ട് കൊണ്ട് കളഞ്ഞതായിരിക്കും കാട്ടിൽ. നോക്കാം, നമുക്ക് പൊട്ടിച്ച് നോക്കാം.
അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ വീടിൻ്റെ പരിപാടി റെഡിയായി. ഇനി ഇതിങ്ങനെ കുത്തി വെച്ച് മറയ്ക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ ചെയ്യും, എന്താ ചെയ്യുക? ഇത് അവിടെയൊക്കെ മറയ്ക്കണം, എന്താ ചെയ്യുക, എങ്ങനെ മറയ്ക്കും? നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇവിടെ മറയ്ക്കാൻ പറ്റില്ല, അതാണൊരു പ്രശ്നം. എന്തായാലും കുറച്ച് കുക്ക് ചെയ്ത് കഴിക്കാം അല്ലേ? കപ്പ ഉണ്ടെന്നുണ്ട്, വിശന്നിട്ട് വയ്യ. ഓഹ് എന്നമ്മേ, ഭയങ്കര ക്ഷീണമായി. എന്തായാലും കുറച്ച് കപ്പ ഉണ്ടെന്നുണ്ട്, അത് കഴുകി അടുപ്പത്ത് വെച്ച് ആ പുഴുങ്ങി തിന്നാലേ, എന്നിട്ട് ബാക്കി പണി നോക്കാം. നമ്മുടെ കുക്കറിലിട്ട് വേവിക്കുക അല്ലേ കപ്പ, എന്നാൽ വേഗം ആവും. നമുക്ക് നല്ല വെള്ളത്തിൽ കൊണ്ട് കഴുകാം അല്ലേ? ഇന്നാണെങ്കിൽ ഭയങ്കര നമ്മുടെ കോയിൻസ് കഴുകിയില്ലല്ലോ. ഇതൊന്ന് കഴുകി നോക്കട്ടോ. അയ്യേ, ഇത് സാധാ കല്ലാണിത്. അയ്യേ, പക്ഷെ ഇതൊരു ഗോൾഡൻ കളർ ഉണ്ട്. ഈ കോയിൻ നമുക്ക് ഈ കല്ലിലിട്ടൊന്ന് ഒരതി നോക്കാം അല്ലേ? എന്താ സ്ഥിതി? ആടൂ, അതെ. അയ്യോ, എന്താ ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നോക്കാല്ലേ, ഇത് വെറും കല്ല്. ഏ, അപ്പോൾ ഇനി നമുക്ക് പൊട്ടിച്ച് നോക്കാനുള്ളത് നമ്മുടെ കുടമാണ്. കുടം നമുക്ക് പൊട്ടിക്കണം. ആദ്യം പോയി കപ്പ പുഴുങ്ങട്ടെ കേട്ടോ. നമ്മുടെ കോയിൻസ് എന്തായാലും മിസ്സാക്കണ്ട അല്ലേ? എന്താണെന്ന് അറിയില്ലല്ലോ, ബാഗിലിട്ടൊക്കാം. ഗോൾഡൊന്നും ആവില്ല, എന്നാലും നമുക്ക് വെറുതെ കളയണ്ട. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് സെറ്റാവട്ടെ.
നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. ഈ കുഴി ഇതിങ്ങനെ ഒന്ന് നിരപ്പാക്കുക എന്ന് പറഞ്ഞാലേ സംഭവം ഇച്ചിരിയേ ഉള്ളൂ. പക്ഷേ മണ്ണ് അത്രയും പോകുന്നില്ല. എന്തോരം മണ്ണ് വന്നു അതിൻ്റെ അടിയിൽ നിന്ന്. ഇനി ആ സ്റ്റെപ്പ് കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്രയും മണ്ണും കൂടെ വരും. പക്ഷേ ഇതിങ്ങനെ ഇത്ര കുനിഞ്ഞ് നിന്ന് ചെയ്യണുണ്ടോ, ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചെയ്യണ്ടേ. ഇത് അല്ലാണ്ടാണെങ്കിൽ നമ്മൾ ടയർഡാവില്ല. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ നിന്ന് ടയർഡായി. കുഴപ്പമില്ല, സെറ്റാണ്. നമുക്കിനി അടുപ്പുണ്ടാക്കാൻ 2 കല്ല് നോക്കാം അല്ലേ. ഇവിടെയൊക്കെ വലിയ കല്ലുകൾ. ഇതെന്തത്, ഇതെന്താ ഇങ്ങനത്തെ സൗണ്ട്? ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോ? ഇനി ഇതേപോലെ കുടം വല്ലതും കുഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നോക്ക് ശരിക്കും. ഇതെന്തോ. നമുക്കെന്തായാലും ഇവിടെ അടുപ്പുണ്ടാക്കാല്ലേ. ഇത് നോക്ക്, ഈ കല്ലിനൊരു കൊത്തുപണി ഉണ്ടോ? ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണല്ലോ. ഇതൊക്കെ കാണുന്നുണ്ടോ? സാധാരണ ഒരു കല്ലിന് ഉണ്ടാവണതല്ലേ, ഇതാരോ കൊത്തി വെച്ചതല്ലേ. ഇതുണ്ടോ ഒരു ചാല്? ഇതെന്ത് കല്ലാ? ഇതിനി വല്ല വിളക്ക് വെക്കണ കല്ലാണോ? ഇതെന്ത് കല്ലായിരിക്കും? ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആ കുടം കിട്ടിയില്ലേ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്നാണ് ഞാൻ പറയണത്. കുടം എന്നൊക്കെ പറയുമ്പോൾ തലക്കടിച്ചിട്ട് ഇവിടെ വന്നിട്ട് കുടം എടുത്തിട്ട് പോകുന്നില്ല. ഇത് നോക്ക്, നമ്മൾ കാട്ടിലൊക്കെ വിളക്ക് വെക്കുന്നൊരു കല്ല് പോലെ. പക്ഷേ ഇത് ചുമ്മാ ഇത് ഇങ്ങനെ കിടക്കുന്ന കല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ മഴ വന്നിട്ട് വെളുത്തിരിക്കണുണ്ടോ. ഇത് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ താഴ്വശത്തായിരുന്നു ഈ ഇങ്ങനെ കിടന്നത്. പക്ഷേ എന്തായിരിക്കും ഇത്? എന്തൊക്കെയോ സംഭവങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ. നോക്കാം എന്തായാലും എന്താവും എന്നുള്ളത് അറിയില്ല. ഈ കല്ലിൽ വല്ലതും ഉണ്ടോ? ഇതിലൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു പേടി പോലെ. ഈ അമ്പലത്തിലൊക്കെ പൂജിച്ചിട്ട് വെക്കുന്ന ഒരു കുടം പോലെ. അതൊരു കുടം ഈ ഇങ്ങനെ ഇത് വെക്കൂലേ, ചിതാഭസ്മൊക്കെ ആണോ ഇത്? പിന്നെ വിളക്ക് വെക്കുന്ന പോലത്തെ ഒരു കല്ലും. എന്താണെന്ന് ആർക്കറിയാം. ഇങ്ങനെ ഇരിക്കട്ടല്ലേ അടുപ്പൊന്നും അങ്ങോട്ട് ശരിയാവണമില്ല. ഇതെങ്ങനെ ഇപ്പോൾ ഈ കല്ലിൻ്റെ കാര്യത്തിലാണൊരു പേടി. കുഴപ്പമില്ല അല്ലേ. ഇതുണ്ടോ, ശരിക്കും കൊത്തുപണി എടുത്ത് തന്നെയാണ്. ഇത് എങ്ങനെ കുഴിയാക്കിയതാണ്. വിളക്ക് കത്തിക്കുന്നതാണോ ഇനി എന്തോ നമ്മുടെ സാധനം ഇവിടെ. ഇതാ നമ്മുടെ കുടം. ഇതിപ്പോൾ പൊട്ടിക്കണം, പിന്നെ പൊട്ടിക്കല്ലേ രാത്രി. എത്ര വിസിലടിച്ച് മതിയാവൂലേ? എത്ര വിസിലടിച്ചു എന്നറിയില്ലല്ലോ. ഓഫാക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ എനർജി ഫുഡ് കേട്ടോ. ഹായ്, അടിപൊളി. അതിനകത്തോട്ട് ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി കുത്തി അങ്ങ് ഇളക്കണം. അടിപൊളി.
സെറ്റ്. എന്താ ടേസ്റ്റ് അറിയാം, നല്ല മധുരം. അടിപൊളി. നല്ല മധുരവും നല്ല ടേസ്റ്റ് കേട്ടോ. അത് എനിക്ക് അങ്ങനെ ക്ഷീണത്തിനൊക്കെ നല്ല തോന്നുന്നുണ്ട് അല്ലേ. ഓ, ഈ പഴം പാഷൻ ഫ്രൂട്ട് എന്നാണ് പറയുക കേട്ടോ. ഇത് ഞങ്ങളുടെ ഈ വയനാട്ടിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ പുറത്ത് വേറെ നാട്ടിലൊന്നും അങ്ങനെ അധികം കാണൂലായിരിക്കും അല്ലേ. ചിലപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാവില്ലേ. ഇത് ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, വെറുതെ. ഇത് വീട്ടിലെങ്ങാണ്ട് താഴെ വീണ് കിടന്നതാ. അപ്പോൾ രാവിലെ ഞാൻ പോയപ്പോൾ ഉമ്മ എടുത്ത് കവറിലാക്കി തന്നതാ, പാവം. ഇനി നമുക്ക് കുറേ പണിയുണ്ട്. നമ്മുടെ ഇത് മറയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കണം. നമുക്ക് കപ്പ എന്തായി നോക്കാം അല്ലേ. അയ്യോ, വെന്തിട്ടില്ലേ? ഓ, അടിപൊളിയായിട്ട് വെന്തു. വെള്ളം ഊറ്റിക്കളയല്ലേ. സെറ്റപ്പ്. ഇനി നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ടെന്ന്. ഇതേ വീട്ടിൽ നിന്ന് ഉമ്മ തന്നു വിട്ടാട്ടോ. ഞാൻ കപ്പയും ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് മുളകും ഉള്ളിയൊക്കെ കൊണ്ടുവന്നത് ഇത് കണ്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു കുറച്ച് ചിക്കൻ കറി ഉണ്ട്, എൻ്റെ കുട്ടി അതും കൂട്ടി തിന്നോളാം. അങ്ങനെയാണല്ലോ ഉമ്മമാർ. അപ്പോൾ അതൊന്ന് ചൂടാക്കാല്ലേ. 2 ദിവസം നമ്മൾ വീട്ടിൽ ചെല്ലൂലെന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ചിക്കൻ കറി എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തന്നു വിട്ടതാട്ടോ. എന്താ സെറ്റപ്പ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ നമ്മുടെ സുഹൃത്ത് നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്, ഇത് ഇറക്കുന്ന ഒരു സാധനം, ഒരു തുണിയോ ടോപ്പോലോ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഈസി അല്ലായിരുന്നു എന്ന്. പക്ഷേ ഞാൻ ഇന്നും മറന്നു. ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും കൊണ്ടുവരും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലും നമ്മുടെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ മറന്നു പോണതാണ്. സാരില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ ഇറക്കി വെക്കാം. എന്നിട്ട് കുറച്ച് കട്ടൻ ചായക്കും കൂടി വെള്ളം വെച്ചാൽ സെറ്റ്. നല്ല ചൂടുള്ള കട്ടൻ ചായയും ചൂടുള്ള ചിക്കൻ കറിയും ചൂടുള്ള കപ്പയും. സെറ്റപ്പ് കപ്പ അടിപൊളിയായിട്ട് വെന്തു കേട്ടോ. ചൂട്. ഇവിടെ തന്നെ ഇരിക്കാം അല്ലേ. ഓ, നല്ല അടിപൊളിയായിട്ട് വെന്തു. ശരിക്കും നമ്മളെ കപ്പ അതിനകത്തിട്ട് ഇളക്കിയാൽ മതിയിരുന്നല്ലേ, കപ്പ ബിരിയാണി പോലെ. ഓ, ചായപ്പൊടി കുറവാണല്ലോ കഴിഞ്ഞ്. അപ്പോൾ ചായപ്പൊടിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് കാപ്പിപ്പൊടി ഇരിപ്പുണ്ട്.
ഈ വിരലൊക്കെ മുറിവാ, കുപ്പിച്ചില്ലായിട്ടേ, ഭയങ്കര കുപ്പിച്ചില്ല അതിനകത്ത്. അടിപൊളി കപ്പ കേട്ടോ, നല്ലോണം വെന്ത്. നോക്ക്, നമ്മുടെ കട്ടൻ ചായ തിളച്ചു കേട്ടോ. ഓഫാക്കാം. ഹായ്, അടിപൊളി വിത്തൗട്ട് കട്ടൻ ചായ കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഒതുക്കി അകത്തോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം അല്ലേ. ഇപ്പോഴാണ് നമ്മളൊന്ന് ലെവലായത് കേട്ടോ. ഇനിയും പണിയുണ്ട്. നമുക്ക് ഈ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചേ അകത്തെന്തായാലും സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം അല്ലേ, എന്നിട്ട് തുടങ്ങാം. ഇനി ചെളിയൊക്കെ കുഴച്ച് ഇങ്ങനെ തേച്ച് അടിക്കണ്ടേ, കുറേ സമയം എടുക്കും. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ, പിന്നീട് വിരിച്ച് സെറ്റാക്കാം. നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെക്കാം. എൻ്റെ അമ്മോ, അടിപൊളി. ഭയങ്കര ക്ഷീണം. ഇപ്പോൾ കിടന്നാൽ അങ്ങ് ഉറങ്ങിപ്പോവും. അമ്മോ, നല്ല തണുപ്പാട്ടോ അതിനകത്ത്, AC പോലെയാ. എന്നാലും ഞാൻ ആലോചിക്കുന്നതല്ല, ആ കല്ലില്ലേ, ആ കല്ലെന്തായിരിക്കും, പിന്നെ നമ്മുടെ ഈ കുടം എന്തായിരിക്കും, ആ കോയിൻസ് എന്തായിരിക്കും, ശരിക്കും സീരിയസ്ലി അതെന്തായിരിക്കും? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴയകാല സംവിധാനം ഇവിടെ ഉണ്ടാവുമോ? അങ്ങനെ ആയിരിക്കുമോ? അതായത് പണ്ടാരെങ്കിലും ഇവിടെ വന്ന് ഇതിനകത്ത് താമസിച്ചതാണെങ്കിലോ, നമ്മൾ കിടക്കുന്ന പോലെ. എന്തോ, നമുക്കെന്തായാലും ആ കുടം പൊട്ടിച്ച് നോക്കണം. ഇപ്പം പൊട്ടിക്കണ്ട അല്ലേ, ഇപ്പോൾ പൊട്ടിച്ചാൽ ചിലപ്പോൾ നീ അഥവാ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആകെ ഭ്രാന്തായി പോയാലോ. നിധി കിട്ടുമ്പോൾ ഭ്രാന്താവുമല്ലോ. പറയാൻ പറ്റില്ല എന്താ സംഭവം എന്ന്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ കല്ലിലൊക്കെ കണ്ടു കൊത്തുപണി. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ആരെങ്കിലും ഇതിനകത്ത് കിടക്കുന്നുണ്ടാവൂലേ, പണ്ടത്തെ എന്തെങ്കിലും ഒരു മുനിയറ പോലത്തെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. എന്നാലും ഇപ്പോൾ അടുത്ത പരിപാടി നടക്കുള്ളൂ. ഭയങ്കര ക്ഷീണമായി.